തൊഴിലെടുക്കുന്നവരും തൊഴിൽ കൊടുക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സർവേ ഫലം എങ്ങനെയാണ്? ഈ തൊഴിലിടങ്ങളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ്, ഗുണപരമായ കാര്യം ജീവനക്കാർക്കുണ്ടോ എന്ന് തൊഴിലുടമകളോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം പലപ്പോഴും അങ്ങനെ ഇല്ല എന്നാണ്. ഒരു ഡിഗ്രിയും തൊഴിൽ ചെയ്യുന്ന ആ കാര്യത്തിലുള്ളൊരു വലിയ അഭിരുചിയും പരിചയവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ തൊഴിൽ രംഗത്തുള്ള മികവാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന രൂപത്തിൽ തൊഴിലുടമകൾ മറുപടി നൽകിയിരിക്കുന്നു എന്നാണ്. ഇത് UAE-യിലാവട്ടെ USA-യിലാവട്ടെ എല്ലായിടത്തും ഇതാണ് പ്രവണത എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ സർവേ നടത്തിയ വിഭാഗക്കാർ പറയുന്നത്. ഇനി ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വിഭാഗത്തിൽ എവിടെ നിൽക്കുന്നു? ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കൈവശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോലിയിൽ തിളങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ തൊഴിലുടമ സന്തോഷമുള്ളവരായി മാറുമോ? ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കഴിവും മറ്റു കാര്യങ്ങളുമൊക്കെ പിന്തള്ളപ്പെട്ടു പോവുകയാണോ? ചുറ്റുവട്ടത്ത് നമ്മുടെ മാർക്കറ്റിൽ എന്താണ് കാണുന്നത്? കമ്പനികളിൽ കാണുന്ന ചിത്രം എന്താണ്? എന്തെങ്കിലുമൊക്കെ അനുഭവം ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടാൽ നമുക്കും കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപകാരപ്രദമായിരിക്കും. ദുബായിൽ സുഖീം, അൽസഫ സ്ട്രീറ്റുകൾ, ആ ഭാഗമൊക്കെ അതിശക്തമായ റോഡ് വികസന പരിപാടിയിലേക്ക് പോവുകയാണ്. അൽവാസൽ റോഡ് 1 മണിക്കൂറിൽ 12,000 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വിശാലതയിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചാൽ 5 ടണലുകൾ, 3 ലൈനുകൾ, സൈക്കിളിന് പോകാൻ വേണ്ടി പ്രത്യേക വഴി എന്നിങ്ങനെയൊക്കെയായി 2 വശത്തും വൻ വികസനം വരികയാണ്. അപ്പോൾ നിലവിലുള്ള സമയത്തിൻ്റെ പകുതി മതി ആ റോഡ് കടന്നു പോകാനെന്ന മട്ടിലായിരിക്കുന്നു എന്നാണ് RTA പറയുന്നത്. ഏതായാലും ആ പദ്ധതി പെട്ടെന്ന് പ്രാബല്യത്തിൽ വരട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ദുബായ് ഷാർജ രാവിലെയും വൈകുന്നേരവും ആളുകൾ ബുദ്ധിമുട്ടുന്നത് ചെറുതൊന്നുമല്ല. ഒരു 20 മിനിറ്റിലൊക്കെ പോകാൻ പറ്റിയ ദൂരം 1.5 മണിക്കൂർ, 2 മണിക്കൂർ പല ദിവസങ്ങളിലും, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയൊക്കെ രാവിലെ നേരിടേണ്ടി വരുന്നു. അതുപോലെ വൈകുന്നേരവും ഉണ്ടായി വരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി ഈ റോഡിൽ വരണമെന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ തന്നെ ആഗ്രഹിക്കുന്നതായി പലപ്പോഴും അവരുടെ പ്രസ്താവനകളിൽ നിന്ന് ബോധ്യമായിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യവുമാണ് ആ ട്രാഫിക് തടസ്സം ഒന്ന് ഒഴിവായി കിട്ടുക എന്നുള്ളത്. കൊടും ചൂടിലേക്ക് UAE പ്രവേശിക്കുമ്പോൾ ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസം ഏതെങ്കിലും ജീവനക്കാരെ പുറത്ത് നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്ന രീതി. കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾക്ക് എപ്പോഴും പുറത്തുനിന്ന് ജോലി ചെയ്യേണ്ടി വരുമല്ലോ. ഈ വെയിലത്ത് ചൂടത്ത് ഉച്ചയ്ക്ക് 12:30 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ ഈ സമയം പുറത്തു നിർത്തി ജോലി ചെയ്യിപ്പിച്ചുകൂടാ എന്ന നിയമം കർശനമായി വരികയാണെന്ന് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും കമ്പനി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ 50,000 പിഴ കൊടുക്കാൻ വേണ്ടി വച്ചോളൂ എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. ഷാർജയിൽ സംസം എന്ന പേരിൽ വെള്ളം വിൽക്കരുത്, ആരും വാങ്ങരുത്, അങ്ങനെ ഒരു കടയ്ക്കും വിൽക്കാൻ അധികാരം കൊടുത്തിട്ടില്ല എന്ന കാര്യം മുനിസിപ്പാലിറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാങ്ങാൻ പോകുന്നവരും വിൽക്കാൻ പോകുന്നവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുക്കിൽ ചെന്ന് ചാടേണ്ട കാര്യമില്ല. UAE പൊതുവെ ഈദുൽ അദ്ഹ സമയത്ത്, ഈദുൽ ഫിത്തർ സമയത്ത് ഒക്കെയായിട്ട് ഒരുപാട് തടവുകാരെ മാപ്പ് കൊടുത്ത് വിട്ടയക്കും. UAE പ്രസിഡൻ്റ് ഇപ്പോൾ 900-ലധികം തടവുകാരെ മാപ്പ് കൊടുത്ത് വിട്ടയക്കാൻ തീരുമാനിച്ചു. ഷാർജ ഭരണാധികാരി ഇപ്പോൾ 400-ലധികം പേരെ വിട്ടയക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും വിട്ടയക്കൽ വാർത്തകൾ വരികയാണ്. UAE-യിൽ പുതിയ മാധ്യമ നയം മെയ് 29 മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ നശീകരണ പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ഒരു കാരണവശാലും മാധ്യമങ്ങൾ വഴി അനുവദിക്കില്ല എന്ന് ഈ നയം പറയുകയാണ്. അതുപോലെ തന്നെ വേണ്ടത്ര ലൈസൻസ് ഇല്ലാതെ മാധ്യമം പ്രവർത്തിപ്പിക്കുക, ഏതു മതത്തിൻ്റെ ആവട്ടെ മതപരമായ നിന്ന മാധ്യമങ്ങളിലൂടെ പ്രകാശിപ്പിക്കുക, ഇതൊന്നും അനുവദിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ നയങ്ങളെ, അത് ആഭ്യന്തരമാവട്ടെ വൈദേശികമാവട്ടെ, അതിനെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ പെരുമാറരുത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താൽ 1 മില്യൺ ദിർഹം വരെയുള്ള പിഴ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രാഥമികമായ ഘട്ടം എന്ന് തിരിച്ചറിയുക. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center,
Hashim Hypermarket,